രണ്ടാഴ്ച മുമ്പ് നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് വന്നായിരുന്നു. അദ്ദേഹത്തിന് സിവിയർ ആയിട്ടുള്ള നെക്ക് പെയിനും ഷോൾഡർ പെയിനും ഒക്കെയായിരുന്നു കംപ്ലൈന്റ്. അദ്ദേഹത്തിന്റെ വേദന കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം നമ്മുടെ അടുത്തോട്ട് വരുന്നത്. ചോദിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞത്. എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പൈനിലൊക്കെ അത്യാവശ്യം ടെൻഡർനെസ്സും ഷോൾഡറിലൊക്കെ ടെൻഡർനെസ്സും ഉണ്ട്. ആൾക്കിപ്പോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ യൂസേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജോലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് പ്രാക്ടിക്കലി പോസിബിളും അല്ല. അദ്ദേഹത്തിന്റെ ഒരു കണ്ടീഷനിൽ അദ്ദേഹത്തോട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ആയിട്ട് കുറച്ച് ട്രീറ്റ്മെന്റുകൾ, ഈ പറയുന്ന പോലെ കിഴികളും ഒഴിച്ചിലും അതേപോലെ പുറംപടകളായിട്ടുള്ള മരുന്നുകൾ കിട്ടും, അതേപോലെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാനും ഒക്കെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ മാറുകയും ബാക്കിയുള്ള വേദനകൾക്ക് കാര്യമായിട്ടുള്ള കുറവ് ഉണ്ടാകുന്നതും കാണാൻ സാധിച്ചു. ഇതേപോലുള്ള പെയിനുകൾ, ഈ നെക്ക് പെയിനോ ഷോൾഡർ പെയിനോ ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരുന്ന് വൈകിപ്പിച്ച് അതിന്റെ സിവിയാരിറ്റി കൂട്ടാതെ ഉടനെ തന്നെ ഒരു വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് വളരെയധികം അനിവാര്യമാണ്.